നമസ്കാരം. ജാതക കഥകളിലെ 91-ാമത്തെ കഥ സഹോദരൻ്റെ വില. കോസല രാജ്യത്ത് ഒരിക്കൽ കള്ളന്മാരുടെ വലിയ ശല്യം. ജനങ്ങൾക്ക് പൊറുതിമുട്ടി. അവർ രാജാവിൻ്റെ അടുത്ത് സങ്കടം ബോധിപ്പിച്ചു. കള്ളന്മാരെ പിടിക്കാൻ രാജാവ് ഭടന്മാരെ പല വഴിക്കും അയച്ചു. രാജ്യത്തിൻ്റെ കിഴക്കേ അറ്റം കാടുകളാണ്. കാടിനോടടുത്ത കൃഷിയിടത്തിൽ 3 പേർ നിന്ന് നിലമുഴുകയാണ്. കള്ളന്മാരെ തേടി വന്ന ഭടന്മാർ അവരെ കണ്ടു. ഭടന്മാർ പരസ്പരം പറഞ്ഞു, ഇവരാണ് കള്ളന്മാർ, സംശയമില്ല. പിടിയിൽപ്പെടാതിരിക്കാൻ വേഷം മാറി നിലമുഴുകയാണ്. വേഗം പിടികൂടി കൊട്ടാരത്തിലെത്തിക്കണം. ഭടന്മാർ ആ 3 പേരെയും പിടികൂടി കയ്യാമം വെച്ചു. നേരെ രാജധാനിയിലേക്ക് നടത്തി. കൃഷിപ്പണിക്കാരെ പിടിച്ചുകൊണ്ടുപോയതറിഞ്ഞ് അവരുടെ വീട്ടുകാരിയും കരഞ്ഞുകൊണ്ട് പുറകെ പോയി. പടയാളികൾ ആ 3 പേരെയും കൊണ്ട് കൊട്ടാരത്തിലെത്തി. അപ്പോഴേക്കും കള്ളന്മാരെ പിടികൂടിയതറിഞ്ഞ് ഒരുപാട് ജനങ്ങളും വന്നുകൂടി. കള്ളന്മാരെ രാജാവിൻ്റെ മുമ്പിൽ ഹാജരാക്കി. അപ്പോഴേക്കും ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ആ സ്ത്രീയും അവിടെ എത്തി. സ്ത്രീയുടെ കരച്ചിൽ കേട്ട് രാജാവ് അവളെ വിളിപ്പിച്ചു. അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് നീ നിലവിളിക്കുന്നത്? കാര്യം പറയൂ. അവൾ കരയുന്നതിനിടയിൽ പറയാൻ തുടങ്ങി, തമ്പുരാനെ, അടിയത്തുങ്ങൾ കൃഷിപ്പണി ചെയ്ത് കഴിയുന്നവരാണേ. കള്ളന്മാരെന്ന് പറഞ്ഞ് പിടിച്ചു കൊണ്ടുവന്ന ഈ ആണുങ്ങൾ അടിയൻ്റെ ഭർത്താവും മകനും സഹോദരനുമാണേ. അവരാരും കള്ളന്മാരല്ല. അവരെ പിടിച്ച് ജയിലിലിട്ടാൽ പിന്നെ എനിക്ക് ആരുണ്ട് തമ്പുരാനെ? അവളുടെ കരച്ചിലും പറച്ചിലും കേട്ട രാജാവ് പറഞ്ഞു, കള്ളന്മാരെ വിട്ടയക്കാനാവില്ല. എന്നാൽ നിന്റെ സങ്കടത്തിന് പോംവഴിയുണ്ടാക്കാം. ഈ 3 പേരിൽ ഒരാളെ വിട്ടയക്കാം. അപ്പോൾ നിനക്ക് തുണയ്ക്കാളാകുമല്ലോ. ആരെയാണ് വിടേണ്ടത്? പറയൂ. ഒട്ടുനേരം ആലോചിച്ചിട്ട് അവൾ പറഞ്ഞു, എൻ്റെ സഹോദരനെ വിട്ടാൽ മതി തമ്പുരാനെ. ഈ മറുപടി കേട്ട് രാജാവ് അത്ഭുതപ്പെട്ടു. അദ്ദേഹം ചോദിച്ചു, ഭർത്താവിനെയും മകനെയും കാൾ നിനക്ക് വിലപ്പെട്ടത് സഹോദരനാണോ? രാജാവിൻ്റെ ഈ സംശയം കേട്ടപ്പോൾ അവൾ പറഞ്ഞു, പ്രഭു, എൻ്റെ യൗവനം നശിച്ചിട്ടില്ല. അതിനാൽ എനിക്ക് ഒരു ഭർത്താവിനെ ഇനിയും കിട്ടും. ഭർത്താവുണ്ടെങ്കിൽ പുത്രനുമുണ്ടാകും. പക്ഷേ എൻ്റെ അച്ഛനമ്മമാർ മരിച്ചുപോയി. എനിക്കിനി ഒരു സഹോദരൻ ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് സഹോദരനെ വിട്ടയച്ചാൽ മതിയെന്ന് ഞാൻ അപേക്ഷിച്ചത്. അവളുടെ ബുദ്ധിശക്തിയിൽ രാജാവിന് വലിയ മതിപ്പ് തോന്നി. അദ്ദേഹം 3 ആണുങ്ങളെയും വിട്ടയച്ചു. നന്ദി.